Hello guys. വിവരം നേരത്തെ അറിയാമായിരുന്നെങ്കിലും കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് അന്ന് പോലീസിൽ അറിയിക്കാതിരുന്നതെന്നും അധ്യാപകൻ പറഞ്ഞു. എനിക്ക് പിന്നെ ഈ ഒരു അധ്യാപകനെ കുറിച്ച്, കരാട്ടെ മാഷെ കുറിച്ച് എന്ത് ചെയ്യുന്നത് പറയുന്നത്, ആ കുട്ടി അത് പുറത്ത് പറയാത്തത് ഇതിന്റെ റീസൺ എന്നോട് പറഞ്ഞത് എന്നെ വളരെയധികം വിഷമിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഫ്രണ്ടിന്റെ വാപ്പയാണ് ഈ കരാട്ടെ മാഷ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി ആ കുട്ടിക്ക് എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നിലാണ് എന്ത് ചെയ്യുന്നത് ആ കുട്ടി ആകില്ലാതായി പോയത്. എന്തുകൊണ്ട് ഞാനിത് എന്ത് ചെയ്തില്ല, അപ്പോൾ തന്നെ ചൈൽഡ് ലൈൻ അറിയിച്ചില്ല? അത് അറിയിക്കാനുള്ള മാനസിക ആരോഗ്യത്തിലല്ലായിരുന്നു ആ കുട്ടി അപ്പോൾ ഉണ്ടായിരുന്നത്. അഭിജിത്ത് മുഴക്കം നൽകും കോഴിക്കോട് നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ മരിച്ച പെൺകുട്ടിയുടെ അധ്യാപകൻ നടത്തിയത്. ഈ കരാട്ടെ മാസ്റ്ററുടെ സ്വഭാവത്തെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ പെൺകുട്ടി നേരത്തെ അധ്യാപകരോട് പറഞ്ഞിരുന്നു. അതും മാത്രമല്ല, എത്രമാത്രം മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കുട്ടി കടന്നു പോയതെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഈ അധ്യാപകൻ നമ്മളോട് പറയുന്നത്? എന്തുകൊണ്ട് ഈ കാര്യം അറിഞ്ഞിട്ടും അത് പോലീസിനോടോ മറ്റുള്ളവരോടോ പറഞ്ഞില്ല? പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. ഒരു സ്വകാര്യ കോച്ചിങ് സെന്ററിലെ അധ്യാപകനാണ്. ഈ കുട്ടി പഠിച്ചിരുന്ന സ്വകാര്യ കോച്ചിങ് സെന്ററിലെ അധ്യാപകന്റേതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. ഈ കുട്ടി താൻ ഇത്തരത്തിലൊരു ദുരനുഭവം ഈ കരാട്ടെ മാസ്റ്ററിൽ നിന്ന് നേരിട്ടിരുന്നു എന്ന് കുട്ടി തന്നോട് വെളിപ്പെടുത്തിയതായാണ് അധ്യാപകൻ പറയുന്നത്. ഈ കുട്ടി വളരെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, പഠനത്തിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പിന്നീട് ഈ പഠനത്തിൽ കുട്ടി പിന്നോട്ട് പോകുന്നത് കണ്ടാണ് താൻ കാര്യം അന്വേഷിച്ചത്. എന്താണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് വരാനിടയായത് എന്നുള്ള കാര്യം താൻ അന്വേഷിച്ചത്. അപ്പോഴാണ് ഈ കരാട്ടെ അധ്യാപകരിൽ നിന്ന് നേരിട്ട ആ ഒരു ദുരനുഭവത്തെ കുറിച്ച് കുട്ടി ഈ അധ്യാപകനോട് തുറന്നു പറയുന്നത്. തനിക്കിനി, നമ്മൾ ആ ശബ്ദ സന്ദേശം ശ്രദ്ധിച്ചാൽ അറിയാം, താൻ ഇനി ആ അധ്യാപകൻ, അതായത് കരാട്ടെ മാസ്റ്ററുടെ മുന്നിൽ തനിക്കിനി പോയി നിൽക്കാൻ സാധിക്കില്ല. അത്തരത്തിൽ വലിയ ഒരു മോശം പെരുമാറ്റം ഈ അധ്യാപകനിൽ നിന്ന്, ഈ കരാട്ടെ അധ്യാപകനിൽ നിന്ന് തനിക്ക് നേരിട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കുട്ടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ കേസുമായി മുന്നോട്ട് പോകുന്നതിൽ ഈ അധ്യാപകന്റെ സഹായം കൂടി ഈ പെൺകുട്ടി തേടുന്നുണ്ട്. പ്രജിൻ ചോദിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അധ്യാപകൻ ഈ ഒരു വിഷയം അറിഞ്ഞ, ഈ ഒരു മോശം പെരുമാറ്റം കരാട്ടെ മാസ്റ്ററിൽ നിന്ന് ഉണ്ടായി എന്ന് അറിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് പോലീസിൽ ബന്ധപ്പെടാതിരുന്നത് എന്ന കാര്യം നമ്മൾ അധ്യാപകനോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ കുട്ടി ആ ഒരു രീതിയിലുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി മലപ്പുറത്തെ 17-കാരിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. വാഴക്കാടാണ് 17-കാരിയെ ചാലിയാർ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും ഈ സംഭവത്തിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതായത് ഈ പെൺകുട്ടിക്ക് കരാട്ടെ അധ്യാപകരിൽ നിന്ന് മോശം അനുഭവം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയോടെയാണ് പെൺകുട്ടിയെ വീടിന് സമീപത്തെ ചാലിയാർ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിലാണ് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നത്. പെൺകുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും ജീവിതത്തെക്കുറിച്ച് അത്രയും നല്ല കാഴ്ചപ്പാടാണ് അവൾക്കുണ്ടായിരുന്നതെന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും ജീവിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നതായും കുടുംബം പറയുന്നു. എന്റെ അനിയത്തി ഒരു ആത്മഹത്യ ചെയ്യുന്നത് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ജീവിക്കണം എന്ന് അത്രക്ക് കൊതി ഉണ്ടായിരുന്ന, ജീവിതത്തെ കുറിച്ച് അത്രയും വിഷൻ ഉണ്ടായിരുന്ന, വളരെ സ്മാർട്ട് ആയിട്ടുള്ള, അവളുടെ ക്വാർട്ടർലി എക്സാമിന് പോലും ഹയർ സെക്കൻഡറിയിൽ അവരായിരുന്നു ടോപ്പ്. SSLC അവൾക്ക് ഫുൾ A+ ആയിരുന്നു. അത്രയേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും ജീവിക്കണം എന്നും ആഗ്രഹിച്ച ഒരു കുട്ടിയായിരുന്നു അവൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പെൺകുട്ടിയോട് കരാട്ടെ അധ്യാപകൻ മോശം രീതിയിൽ പെരുമാറിയിരുന്നതായും ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി കടുത്ത മാനസിക പ്രയാസം അനുഭവിച്ചിരുന്നതായും എന്നാൽ ഇയാൾക്കെതിരെ പോക്സോ കേസ് നൽകാനിരിക്കെയാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നുമാണ് കുടുംബം പറയുന്നത്. 2020 ഡിസംബർ മുതൽ ഇവള് കരാട്ടെ ക്ലാസ്സിന് പോകുന്നുണ്ട്. കരാട്ടെ ക്ലാസ്സിൽ നിന്ന് പല മോശം അനുഭവങ്ങളും അവൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു മേജർ ഇൻസിഡന്റ് ആയി നടക്കുന്നത് 2023 സെപ്റ്റംബർ മാസം സാറുകളെ അബ്യൂസ് ചെയ്തു. അതോടെ ഇവളുടെ മാനസികാവസ്ഥ വളരെ മോശമായി. പിന്നീട് പഠനത്തിൽ പോലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത കുട്ടീനെ ശ്രമിച്ചിരുന്നു. ഞങ്ങളിതൊന്നും പറഞ്ഞിട്ടുണ്ടല്ല. ബ്ലാക്ക് ബെൽറ്റ് എടുത്തതാണ്. ബ്ലാക്ക് ബെൽറ്റ് എടുത്തതിന് ശേഷമാണ് സാറിന്റെ പെരുമാറ്റത്തിൽ കൂടുതൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. ക്ലാസ്സിലേക്ക് വരാൻ നിർബന്ധിക്കുന്നു. ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ സാറ് പറയുന്നത് ഇതൊക്കെ കരാട്ടയുടെ ഭാഗമാണെന്നാണ്. ഞാൻ ഭയങ്കര ഫിസിക്കൽ ഇന്റിമസി, അത് സാറ് പറയുന്നത് ഇതൊക്കെ കരാത്തയുടെ ഭാഗമാണെന്നാണ്. ഇയാൾ നേരത്തെ പോക്സോ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ആളാണെന്നും പോലീസ് പറഞ്ഞു. എക്സാക്ട്ലി, അതാണ് പോയിന്റ്. പോക്സോ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ഒരു പ്രതിയെയാണ് അവർ കരാട്ടെ മാസ്റ്ററായിട്ട് ഇവിടെ അപ്പോയിന്റ് ചെയ്തത്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ആളുകളെ എടുക്കണമെന്നാണ് ആദ്യം നിരോധിക്കേണ്ടത്.
കൃത്യമായി പറഞ്ഞാൽ ആ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞ് ഇഞ്ചിഞ്ചായിട്ട് തന്നെ മാനസികമായി പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞു. സൂയിസൈഡ് തന്നെയാണ്, തർക്കമില്ല, എനിക്ക് സംശയമില്ല, സൂയിസൈഡ് തന്നെയാണ്. ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ പ്രതികാരം ചെയ്യാൻ തോന്നും. അതൊരു മാനസികാവസ്ഥയാണ്. ഇത്തരത്തിൽ ഇത്രയധികം ടാലൻ്റുള്ള, ഇത്രയധികം ബോൾഡായ ഒരു കുട്ടിക്ക്, അതായത് തനിക്ക് പോലും തൻ്റെ സേഫ്റ്റി ഈ ഒരു വിഷയത്തിൽ ചെയ്യാൻ സാധിക്കുന്നില്ല, നിയമവൃദ്ധങ്ങൾ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കേണ്ടവർ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടല്ലോ, പകരം ചെയ്യാൻ ഈ ഒരൊറ്റ മാർഗ്ഗമേ ചിലർക്ക് ഉണ്ടാവുള്ളൂ, ചത്ത് കളഞ്ഞേക്കുക. അത് കൃത്യമായി ചെയ്തു എന്നാണ് തോന്നുന്നത്. എനിക്ക് ആ കുട്ടിയോട് തീർത്തും, ഞാൻ ആദ്യമായിട്ടാണ് ആത്മഹത്യ ചെയ്തത് കൃത്യമായി എന്ന് പറയുന്നത്, അത് സത്യത്തിൽ ആ കുട്ടി ചെയ്തതാണ് കറക്റ്റ്. ചില സമയം നമുക്ക് അങ്ങനെ തന്നെ തോന്നും, ചത്ത് കളയണമെന്ന് തോന്നും. ഈ പെൺകുട്ടി പരാതി പറഞ്ഞിട്ടുണ്ട്, കുടുംബക്കാരോട് പരാതി പറഞ്ഞതോ പോട്ടെ, അതേ ആ സ്ഥാപനത്തിലൊരു അധ്യാപകനോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും കൈവിലക്കി വെച്ചത് ഇവന്റെ കൂടെയുള്ള മറ്റുള്ളവർക്ക് ഇത് ബാധിക്കുമെന്നുള്ളതാണ്. ആ കുടുംബത്തിന് ഒന്നടങ്കം ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തി നിയമത്തിന്റെ മുമ്പിൽ എത്തി വലിച്ചു കീറണം. ഒരു കാരണവശാലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഓൾറെഡി പോക്സോ പ്രതിയായ ഇവനെ അവിടെ ജോലിക്കെടുത്ത ആ സ്ഥാപനമേ വേണ്ടാന്ന് വെക്കണം, അടച്ചു പൂട്ടണം. ഇസ്ലാം മതവിഭാഗത്തിലുള്ള കുട്ടികൾ മുൻപോട്ട് വരിക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയില്ല, മല കയറുന്നതിനേക്കാൾ ക്രൂരമായ ഒരു സാധനമാണ്. അത്രയും വിഷമമാണ്, അത്രയും ബുദ്ധിമുട്ടാണ്. ആ വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികൾ മാറി ചിന്തിച്ച് മുൻപോട്ട് വരുമ്പോൾ അവരെ ഇതുപോലെ മിസ്ലീഡ് ചെയ്ത് വീണ്ടും തകർച്ചയിലേക്ക് കൊണ്ടിട്ട് കൊടുത്താൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. വാസ്തവത്തിൽ ആ മകളോടൊന്നും പറയാനില്ല. അത് ഇത്രത്തോളം പ്രാണവേദന അനുഭവിച്ചു എന്ന് ഓർത്ത് നോക്കുക. നമ്മുടെ സോഷ്യൽ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാലിനും വയറിനും ഇടയ്ക്കുള്ളൊരു പ്രത്യേക ഭാഗമാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ സുന എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു വിഭാഗം ജനമുണ്ട് ഇവിടെ. അതിലാണ് എല്ലാം ഉള്ളത്. ഓൺസ് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ചെന്ന് കുളിച്ചിട്ട് എഴുന്നേറ്റ് വരിക എന്ന് പെൺകുട്ടികളോട് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാകണം. ചെയ്തവൻ്റെ സാധനം വെട്ടിയെടുക്കണം. ആ വശത്തേക്ക് ഇനി അവൻ നോക്കാൻ പാടില്ല, കണ്ണുകൊണ്ട് പോലും അവൻ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് സ്ത്രീകൾ വിചാരിക്കുന്നിടത്ത് ഈ പ്രശ്നം തീരും. അല്ലാതെ ഭയന്ന് മാറിലൊരുത്തം തൊട്ട ഉടനെ അയ്യോ എന്ന് പൊത്തുന്നതിന് പറഞ്ഞാൽ അടിച്ചു പൊട്ടിക്കാനുള്ള തൻ്റെ ഇടം പെൺകുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിൽ ഒന്നും സംഭവിക്കാനില്ല, ജസ്റ്റ് വാഷ് ഔട്ട്, അത്രേ ഉള്ളൂ. കഴുകി കളഞ്ഞേക്കുക. ഇവന്മാർക്കില്ലാത്ത എന്ത് ഛേദമാണ് നിങ്ങൾക്ക് വരിക എന്നുള്ളതാണ്. ആ കുട്ടിയുടെ സോഷ്യൽ ആ ഒരു രീതി, അവിടെയുള്ള ബാക്കിയുള്ളവർക്കുള്ള ഉണ്ടാകുന്ന ഒരു ഇത് ഒക്കെയാണ് ആ കുട്ടിയെ അതിലേക്ക് കൊണ്ട് എത്തിച്ചതെന്നാണ് മനസ്സിലാവുന്നത്. ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, ഭയങ്കര പ്രയാസം വരുന്നുണ്ട്. കരോട്ട പഠിക്കാനായിട്ട് ആ കുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി അത് മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, സ്വയരക്ഷാർത്ഥം എന്നൊരു രീതിക്കല്ലേ ഈ വസ്തുത പഠിക്കാൻ പോയത്. അവിടെ പോലും ഈ സെക്ഷൽ അബ്യൂസാണ് ആ കുട്ടി നേരിട്ടതെങ്കിൽ, അയാൾ വല്ലാണ്ട് ഇത് വരുന്നു, വല്ലാണ്ട് തൊടുന്നു, പിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായി അത് സൂചിപ്പിച്ചിട്ട് പോലും ഒരു ആക്ഷൻ എടുക്കാത്തതിൻ്റെ ഒരു ഇതിനകത്തല്ലേ ആ കുട്ടി അത് കയറി ചെയ്തത്. സത്യം പറഞ്ഞാൽ നിയമവ്യവസ്ഥിതികൾ ഇതിനകത്ത് ഒരുപാട് കൈയുണ്ട് അവർക്ക്. ഒന്നാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പൊതുവിൽ നമ്മളുടെ ഈ ഒരു ടേം മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു രീതിയുണ്ട്. അതായത് നിയമവ്യവസ്ഥതകളെ മിസ്യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ചിലർ പോക്സോ കേസ്, എന്താണ് പോക്സോ കേസ്? 25 വിഭാഗമായിട്ട് തന്നെ തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് അണ്ടർ ഏജിലുള്ള കുട്ടികൾക്കെതിരെ നടക്കുന്ന നിയമമാണ്. അതായത് കുട്ടികൾക്കെതിരെ നടക്കുന്ന അട്രോസിറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച നിയമമാണ്. ഈ അട്രോസിറ്റി എന്ന് പറയുമ്പോൾ അതിന് മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് സെക്ഷൽ അബ്യൂസ് തന്നെയാണ്. കുട്ടികളെ സെക്ഷൽ അബ്യൂസ് ചെയ്യുന്നവരെ കർശനമായി നടപടിയെടുക്കണമെന്നുണ്ട്. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ അത് അന്വേഷിക്കണം. താഴെ ലെവലിലുള്ളവരല്ല, DYSP റാങ്കിൽ, ആ റാങ്കിലുള്ളവർ തന്നെ അതിനെ അന്വേഷിക്കുക മാത്രമല്ല 3 ദിവസം 4 ദിവസത്തിനുള്ള അറസ്റ്റും ഉണ്ടാകണം. ഏത് വ്യക്തിക്കെതിരെയാണ് കൃത്യമായ എവിഡൻസ് ഉണ്ട്, അതും സൂചന തന്നെ മതി ഇങ്ങനെ ഒരു കേസ് എടുക്കാൻ. പിന്നെ എവിഡൻസ് ഉണ്ടെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ അവരെ അറസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ള നിയമമാണ്. ഇതിന് ജാമ്യമില്ല, 40 ദിവസം കിടന്നേ മതിയാവുള്ളൂ, വിചാരണ തടവാണ്, ഒരു രക്ഷയില്ലാത്ത കേസാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനം പരസ്പരമുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഏത് നാറികളാണെങ്കിലും അവർ മനസ്സിലാക്കാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഈ നിയമം അത്രത്തോളം പരിരക്ഷ കിട്ടേണ്ട ഒരു സാധനമാണ്. അതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. എനിക്കെതിരെ, അതായത് എൻ്റെ ശത്രുവായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ നാക്കടപ്പിക്കാൻ അവരുപയോഗിച്ചത് പോക്സോയാണ്. ഫിജോ ജോസഫ് തെളിവാണ്. ആദ്യത്തെ ഒരു കുട്ടിക്ക് ഈ ഒരു സംഗതി ഉണ്ട്. പലരെയും തോൽപ്പിക്കാൻ അവളുടെ കുട്ടി ഇങ്ങനെ ഒരു അബ്യൂസ് ചെയ്യപ്പെട്ട കുട്ടിയാണ് എന്ന് സ്വയം അഭിമാനബോധത്തോടു കൂടി പറയുന്ന ഈ സ്ത്രീ എത്രയധികം കേസുകൾ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. മിസ്യൂസ് ചെയ്യപ്പെടുന്നതിൻ്റെ രീതിയാണ്. രണ്ടാമത്തെ ഇപ്പോൾ റീസെൻ്റ്ലി ഏതോ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് വസ്ത്രം കൊടുത്തില്ല, അപ്പോൾ കേസ് വന്നു. ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കിട്ടി, ഞാനത് വിളിച്ചു പറഞ്ഞു. പറയാനുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ ഇനിയും പെൺകുട്ടികൾ പോയി അതിനകത്ത് ട്രാപ്പ് ആവാതിരിക്കുക. 19 ദിവസം ആ കുട്ടിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കളഞ്ഞു.
ആരാണ് ആ കുട്ടി? ഇവളുടെ കൂടെ ജോലി ചെയ്ത കുട്ടി. അവളുടെ പേർക്ക് പൈസ വരുത്തിച്ച് ആ പൈസ എവളെടുത്ത് പുട്ടടിച്ചിട്ട് ഈ കുട്ടിക്ക് അറസ്റ്റും റിമാൻഡും വന്നു. ഞാൻ പൊതുസമൂഹത്തിനോട് ആസ് എ ഇൻഫ്ലുവൻസർ പറയേണ്ട ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് പറഞ്ഞു. ശത്രുത തീരാതെ ആള് കൊണ്ടുപോയി കൊടുത്ത കേസ് എന്താണെന്നറിയാമോ? അവൾക്ക് 2 ഇളയ ചെറിയ കുട്ടികളുണ്ട്, പൊടിമക്കൾ, പേര് പോലും എനിക്കറിയത്തില്ല. ആ കുട്ടികൾക്ക് പോക്സോ കേസുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ പറ്റി എന്തോ പറഞ്ഞു, അല്ലെങ്കിൽ ആ കുട്ടികളുടെ പേര് മെൻഷൻ ചെയ്തവരെ എന്തോ പറഞ്ഞു. എളുപ്പ വഴിയാണ്, ഏറ്റവും ഈസി. പോക്സോ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഷെബീന പിന്നെ മിണ്ടൂലല്ലോ. ഷെബീനയുടെ നാക്കടക്കാൻ പോക്സോ അല്ല കൊടുക്കേണ്ടത്. അത് ഏറ്റെടുത്ത് പറയുന്ന പോലീസുകാരോടാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായ തെളിവ് കൊണ്ടുവയ്ക്കണം, ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. ശക്തമായി ഞാൻ അതിനെ എതിർത്തു. അതുകൊണ്ട് അവർക്ക് അത് മിണ്ടാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഈ സാധനം കൊണ്ട് വരും. അതാ വരുന്നു കേസ്. ഒരു കേസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്, കോടതിയിൽ കിടന്ന് അത് കൃത്യമായി ഞാൻ എവിഡൻസ് കൊണ്ടുവന്ന് കൊടുത്ത് പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇതാണ് സംഗതി. ഞാനതാ പറയുന്നത്, ഈ പറയുന്ന ഏറ്റവും നല്ല ഒരു ലോയെ നശിപ്പിക്കാൻ ഇതുപോലുള്ള കുറെ കൃമി കീട വിഷ ജന്തുക്കളുണ്ട്. സ്വന്തം മക്കളെ എങ്ങനെ വേണോ വെച്ച് ഉപയോഗിക്കാനും സ്വന്തം മക്കളെ ഉപയോഗിച്ച് അന്നം കാണുന്ന കുറെ നാറികൾക്ക് ഇതാണ് ഒരു രീതി. സത്യം പറഞ്ഞാൽ ഈ ഇത്തരം കേസുകൾ കോടതിയുടെ മുമ്പിൽ വന്നാൽ ഇത് എടുത്തു കളഞ്ഞ്, അതായത് ഇപ്പം പ്രതിയാണെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് നിൽക്കുന്നവരുടെ നിരപരാധിത്വം മനസ്സിലാക്കി അതങ്ങ് എടുത്തു കളയുന്നതിന് പകരം ഈ കള്ളക്കേസ് പറഞ്ഞവളുമാരെ ഇതേ കേസിനകത്താക്കുക. ഇനി ഒരിക്കൽ കൂടെ ഈ വൃത്തികെട്ട സാധനം കൊണ്ട് ഇവർ ഇറങ്ങരുത്. ഇത് പോക്സോ കേസ് എന്ന് പറയുന്നത് പെൺകുട്ടികളുടെയും അതുപോലെ തന്നെ അണ്ടർ ഏജിലുള്ള കുട്ടികളുടെയും സ്വയരക്ഷയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ നിർമ്മിച്ച ഒരു നിയമമാണ്. അതിനെ മിസ്ലീഡ് ചെയ്യുകയും മിസ്ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സാധനം അക്സെപ്റ്റ് ചെയ്യാൻ പോലീസ് പിന്നോട്ട് പോകുന്നത്. ഈ കുട്ടിയുടെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ച സമ്പതി അത് തന്നെയാണ്. 17 വയസ്സുള്ള ആ മകൾക്ക് ഏറ്റവും നന്നായി പഠിക്കുന്ന ടാലൻ്റുള്ള ഒരു കുട്ടി നമുക്ക് നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടു? അത് എടുക്കേണ്ട രീതി കൃത്യമായി ആരും എടുത്തില്ല. കുട്ടി ഒരു വിഷയം പറയുകയാണ്. എനിക്ക് പഠിക്കുന്ന സ്ഥലത്ത് ഒരു പ്രോബ്ലം ഉണ്ട്. എൻ്റെ ഇളയ വാവയ്ക്ക് MA പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ബുള്ളിയിങ് ഉണ്ടായി. വേറെ പ്രശ്നം സെക്ഷൽ അബ്യൂസ് അല്ല, ഇറ്റ്സ് എ ബുള്ളിയിങ് ഉള്ളി. അടുത്തുള്ള കുട്ടി ബുള്ളിയും ചെയ്തു. ഞാനത് പ്രിൻസിപ്പളിനോട് സൂചന കൊടുത്തു. ഇറ്റ്സ് അഡ്ജസ്റ്റബിൾ, മാനേജബിൾ. അയാൾക്കൊരു സ്റ്റുഡൻറ് മാത്രമാണ്, എനിക്ക് നഷ്ടപ്പെടുന്ന എൻ്റെ കുഞ്ഞാണ്. സെക്കൻഡിൽ ക്ലോസ് ചെയ്തു ആ സ്കൂള്. വേണ്ടാന്ന് വെച്ചു. പകരം വേറെടുത്ത് കൊണ്ടുപോയി ഞാൻ കുട്ടിയെ ചേർത്തു. എനിക്ക് എഡ്യൂക്കേഷൻ വേണ്ട, എനിക്ക് ആ സ്കൂളിൻ്റെ യാതൊരു ബെനിഫിറ്റും വേണ്ട. എൻ്റെ കുഞ്ഞിൻ്റെ മാനസിക ഇതാണ് എനിക്ക് മെയിൻ. അവൻ ആ വിഷമം അനുഭവിച്ചുകൊണ്ട് ആ സ്കൂളിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു കുട്ടിയുടെ ബുള്ളിങ് സ്റ്റോപ്പ് ചെയ്യാൻ പോലും ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ ഞാൻ എടുത്ത് മാറ്റിക്കളഞ്ഞു. പക്ഷെ തെറ്റാണ് ഞാൻ ചെയ്തത്. പകരം ബുള്ളി ചെയ്ത് ആ കുട്ടിക്കെതിരെ കൊണ്ടൊരു പെറ്റീഷൻ കൊടുക്കണമായിരുന്നു. അതായിരുന്നു ഞാൻ ചെയ്യേണ്ടത്. ഞാൻ ചെയ്തില്ല. പകരം കുഞ്ഞിനെ ഞാൻ അവിടുന്ന് മാറ്റി പറിച്ച് നട്ടു. അതുകൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ സേഫായിട്ട് കിട്ടി. പക്ഷേ ഒരു ക്രിമിനലിനെയാണ് ഞാൻ വെറുതെ വിട്ടത്. അതൊരു കുഞ്ഞാണെങ്കിൽ പോലും അത് ക്രിമിനലാണ്. കാരണം അത് എൻ്റെ കുഞ്ഞിനെ ചെയ്തതുപോലെ അടുത്ത കുട്ടീനെ ചെയ്യും. ഞാനത് ഓർത്തില്ല, ചെയ്തില്ല എന്നുള്ളത് വസ്തുതയാണ്. എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ മിസ്റ്റേക്കുകൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ അപ്പനാത്രേ, ആ കൂട്ടുകാരിയെ കൺസേൺ ചെയ്തുകൊണ്ട് ഈ കുട്ടിക്ക് പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അതുകൊണ്ട് എന്താ, അബ്യൂസ് ചെയ്യപ്പെട്ടു. നമ്മൾക്കിത് മനസ്സിലാകണമെങ്കിൽ ഞാനൊരു എക്സ്പ്ലനേഷൻ തരാം. നമ്മൾ ബസ്സിലും കാറിലും ഒക്കെ പോകുന്ന പൊതുമാധ്യമങ്ങൾ, പൊതുഗതാഗത സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കും. ഇതിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ഒരാൾ പെട്ടെന്ന് നമ്മളുടെ ശരീരഭാഗങ്ങൾ എവിടെയെങ്കിലും ഒന്ന് തടവുന്നു, സെക്ഷൽ ഇൻറ്റൻഷൻ കൂടെ, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? നിങ്ങൾ പെണ്ണായി ചിന്തിക്കേണ്ട, സാധാരണ ഒരു പുരുഷനായിട്ട് ചിന്തിച്ചാൽ മതി. ഗേ സെക്ഷനോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു ടീം, ആണുങ്ങളോട് അട്രാക്ഷൻ ഉള്ള ഒരാൾ അങ്ങനെ കയറി ഒന്ന് ചെയ്താൽ ഹൗ ഡു യു ഫീൽ? ഞാനൊരു സെക്സ് ടോയി ആണോ? എന്നെ കൊണ്ട് ഇതിന് മാത്രമേ കൊള്ളൂ? ആ ഒരു ചിന്ത വന്നാൽ തന്നെ ചാകാൻ തോന്നും. അങ്ങനെ തോട്ട് വന്നാൽ തന്നെ ചാകാൻ തോന്നും. നമ്മൾ ഇതിന് മാത്രമുള്ളതാണ് എന്നൊരു ചിന്ത നമ്മളുടെയൊക്കെ ഇടിച്ചു കയറ്റുന്നതുകൊണ്ടാണ് പെണ്ണുങ്ങൾ മുൻപോട്ട് വരാത്തത്. സ്ത്രീകളെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത്, മെന്റലി അവരെ ഹറാസ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു സാധനം ഈ സെക്ഷൽ ടോർച്ചറാണ്. ഒരു പെണ്ണ് സംസാരിച്ചാൽ ഉടനെ അവളെ വേശ്യ എന്നങ്ങ് വിളിച്ചു കളയും, പക്ക അതങ്ങ് പറഞ്ഞു കളയും. കേട്ട് ഇടിഞ്ഞു കൂടി മിണ്ടാതിരിക്കുന്ന സ്ത്രീകൾക്ക് പിന്നെ മുൻപോട്ട് വരാനേ പറ്റത്തില്ല. എക്സാമ്പിൾ ഞാനാണ്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു ആശയം എടുത്തു വെച്ച് സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്? പറയണ മുഴുക്കെ എന്താണ്, 4 കെട്ടി ആടാ എൻ്റെ ഗട്ട്സാ എന്ന് തിരിച്ച് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ വായാടിയായി, തെറിക്കാരിയായി. ഓർത്തു നോക്കൂ, അവിടെ നിന്നുള്ള ആക്രമണത്തിന്റെ രീതി എന്താണെന്ന് ഓർത്തു നോക്കൂ. പറയുന്നുണ്ടോ ഒരുത്തർ? ഒരാൾക്ക് അത് സംസാരിക്കാനുള്ള ത്രാണിയുണ്ടോ? പകരം എന്താ പറയണേ, നിങ്ങൾ തെറി വിളിക്കണം. പിന്നെ വെറുതെ രാവിലെ ഉറക്കൊഴിഞ്ഞിട്ട് തെറി വിളിക്കുമല്ലേ. ഒരു പെണ്ണിന്റെ വീഡിയോ ഞാനിന്ന് കണ്ടു, എനിക്ക് പേരറിയത്തില്ല, അത് എന്തൊക്കെ പേരൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെ പറയണം. പക്ഷെ അവൾ പറയണേ തെറി വിളിക്കണമെന്ന്. ആടി നിന്നെയും വിളിക്കും, പോക്കർത്തരം പറഞ്ഞാൽ നിനക്കിട്ടെന്ന് കിട്ടും. തെറി ഇറ്റ്സ് ആൻ ഇമോഷണൽ ഡിസ്ചാർജ്. അതില്ലാതെ, അതായത് പ്രതികരണ ശേഷി ഇല്ലാതിരിക്കുന്ന ഓരോ പെണ്ണും
ഷണ്ടത്തം വഴിച്ചവരാണ്, ശവത്തിന് തുല്യമാണ്. ഞാൻ അങ്ങനെ ഒരു ശവമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പ്രതികരണ ശേഷിയുണ്ട്. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല, ചെയ്യും. നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല, ഉത്തരവാദി നിങ്ങൾ കൂടെയാണ്. ചെയ്യണം. സെക്ഷുവൽ അബ്യൂസ് ചെയ്യുന്നതിനെതിരെ കണ്ണടക്കുകയും പോട്ട് സാരമില്ല എന്ന് പറയുന്നവർക്കുമാണ് അടി കൊടുക്കേണ്ടത്. പല ബസ്സുകളിലും, ഇനി പോട്ടെ മറ്റേതെങ്കിലും ഗതാഗത മാർഗത്തിലാണെങ്കിൽ പോലും ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. നിനക്ക് ഇത്തിരി മിണ്ടാതിരുന്നൂടെ? നിനക്ക് ഇത്തിരി അങ്ങ് ഒതുങ്ങിപ്പോയിക്കൂടെ? ചോദിക്കുന്നവരെ മൂട് കുത്തി ഇടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എടുത്ത് കണ്ടിട്ട് കളയണം. നിങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാകാത്തത് കൊണ്ടാണ്. നമ്മൾ ഈ പെൺകുട്ടികൾക്ക് മനസ്സിലാക്കും. പോകുമ്പോഴത്തേക്കിന് ഞാൻ എൻ്റെ അനിയത്തിയും കൂടെ ഒരു പ്രാവശ്യം നടന്നു പോകുന്ന ഉടനെ നല്ല പ്രായമുള്ള നല്ല പടുവൃദ്ധമാരാണ്, അത്ര ഇതുമില്ല. ഇതിനെയൊക്കെ കണ്ട ബലാത്സംഗം ചെയ്യാൻ എന്ത് ചെയ്യും? അയ്യോ എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ അവൻ്റെ മുമ്പ് പോയി നീ ചെയ്യടാ, പില്ല നീ ചെയ്തിട്ട് പോയാൽ മതി. നീ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ബലാത്സംഗം ഞാൻ ഊരണോ? ഇപ്പൊ ഊരിത്തരാം. നീ ഇന്ന് എന്നെ ബലാത്സംഗം ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ സീനാണ്, നാട്ടുകാർ കാണാണ്, പ്രശ്നമാണ്. തകർന്നാ അട്ടി പറ്റിച്ചിട്ടാ വന്നത്. എൻ്റെ അനിയത്തി പറഞ്ഞു നിന്റെ കൂടെ നീ എങ്ങോട്ട് വരൂല, ഞാൻ മിണ്ടാതെ വന്നുകൂടെ. അവൾക്ക് 2 പെൺമക്കളാണ്. അതാണ് പണിഷ്മെന്റ്. ഇതെന്റെ ചെറിയ പ്രായത്തിൽ നടന്നൊരു ഇഷ്യൂ ആണ്. എൻ്റെ കൂടെ അവൾ ഇനി വരൂല എന്ന് പറയാനുള്ള കാരണവും ഇതാണ്. നീ എവിടെ പോയാലും വഴക്കുണ്ടാക്കാം. വഴക്കുണ്ടാക്കേണ്ടടുത്ത് ഉണ്ടാക്കണം, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. ഇനി ജീവിതത്തിൽ അവന്മാർ ഇതുപോലെ ഒരു കമന്റ് ഒരാളെടുത്ത് പറയാൻ ധൈര്യം ഉണ്ടാക്കും. നടന്ന് നീങ്ങുന്നിടത്ത് ബസ്സിൽ ഒരു ട്രക്കുകാരൻ പോവുകയാണ്. പോകുമ്പോൾ അവൻ ഇരുന്നുകൊണ്ട് ഞാൻ നടന്നു പോവുകയാണ്. അവിടെ തന്നെ ക്യാ മാൽ ഹെ, ഹിന്ദിക്കാരനാ. അയ്യടാ, അവൻ കുറച്ച് മുൻപോട്ട് പോയപ്പോൾ ഒരു സിഗ്നൽ കണ്ടു. സിഗ്നലിൽ സ്റ്റോപ്പായി. എനിക്ക് കിട്ടി ഉറക്ക. നേരെ പോയി നിന്നു എൻ്റെ ഫ്രണ്ടിൽ. അരങ്ങൂലെന്ന് പറഞ്ഞു. ഞാൻ മാലല്ലേ, എന്നെ എത്രയേറെ നീ നല്ലോലെ അങ്ങ് ആസ്വദിച്ചു. സിഗ്നലാണ്, ട്രാഫിക് ബ്ലോക്ക്, അത്രയും ക്രൗഡ്, പോലീസ് വന്നു, ആക്ഷൻ എടുക്കുക. പക്ഷെ ഇത് ദുബായിലാണെന്നേ ഉള്ളൂ. ആക്ഷൻ ഉണ്ടായി, 2നെയും പിടിച്ചോണ്ട് പോയി. എന്തുകൊണ്ട് ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പറയും എനിക്ക് വട്ടാന്ന്, അല്ലെങ്കിൽ ആ നിന്നോര് പറയും ഇത്രയും പേർക്ക് പ്രോബ്ലം ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ വെച്ചു. ഇനി ഒരാളെ നോക്കിയവൻ മാലെന്നല്ല എൻ്റെ ഒരു കുന്തവും പറയത്തില്ല. നമ്മൾ ചെയ്യേണ്ടടുത്ത് ചെയ്യേണ്ട കണക്ക് ചെയ്യണം, പ്രതികരിക്കണം. ഭ്രാന്തെന്ന് പറയട്ടെ അവന്മാര്, അതേ ഭ്രാന്താണ്, ദുരിതരം ഭ്രാന്ത് തന്നെയാണ്. ഈ ഭ്രാന്ത് കൊണ്ട് വേറൊരാൾക്ക് ഉപയോഗം ഉണ്ടാവുമെങ്കിൽ നമ്മൾ ആ ഭ്രാന്ത് അനുഭവിക്കാൻ തയ്യാറാകണം. 40 ദിവസം ഒരു പെൺകുട്ടിയെ കൊണ്ടുവച്ച് റേപ്പ് ചെയ്തു, സെക്ഷേഷനാണ്, എന്തെല്ലാണ്. നിങ്ങൾ ഈ പിന്നെ ആ പെൺകുട്ടിയെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ? സൂര്യനെല്ലി കുട്ടിയെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ? ഇന്നും അതിനെ വിവാഹം കഴിക്കാൻ, ഒരു ജീവിതം കൊടുക്കാൻ ഒരാൾ തയ്യാറായി മുന്നോട്ട് വന്നിട്ടില്ല. നമ്മുടെ സമൂഹം അതാണ്, നമ്മുടെ സൊസൈറ്റി അങ്ങനെ അങ്ങ് തീരുമാനിച്ചു. പറഞ്ഞ വയറിനും തുടകൾക്കും ഇടയിലുള്ള ഒരു പോർഷനിലാണ് പെണ്ണിന്റെ സൗന്ദര്യം, അല്ലെങ്കിൽ പെണ്ണിന്റെ വ്യക്തിത്വം, പെണ്ണിന്റെ എല്ലാ സുനായും ഇതിനകത്താണെന്ന് പറയുന്ന നാറികളോടാണ് പറയുന്നത്. അതിനകത്തല്ല ഇരിക്കുന്നത്. ഒരു പെണ്ണിന്റെ ക്യാരക്ടർ എന്താണെന്ന് അവളുടെ പ്രവൃത്തിയിൽ കൂടെ മനസ്സിലാക്കണം. അല്ലാതെ ഇങ്ങനെയല്ല തീരുമാനിക്കുക. സ്വയരക്ഷാർത്ഥം അവൾ തീരുമാനിച്ചെടുത്ത ഒരു സാധനം. കരോട്ടെ കുട്ടികൾ പഠിക്കണത്രേ. അടിച്ചാൽ തിരിച്ചടിക്കാൻ തൻ്റെ ഇടം പെണ്ണിനെന്നുണ്ടാവുന്നു. അന്നേ ഈ ഡിസ്ക്രിമിനേഷൻ ഒരു മുറ്റുപുള്ളി ഉണ്ടാവുള്ളൂ. നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു നമ്മൾ പറയുന്നുണ്ട്. എങ്ങനെ ഇത് വരുന്നു? കഴിവില്ല, മിണ്ടാനുള്ള പ്രതികരണ ശേഷിയില്ല. മിണ്ടുന്നവരെ അടിച്ചു താഴ്ത്തുന്നവർക്കൊപ്പം നിന്ന് സംസാരിക്കുന്ന പെണ്ണുങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ്. എനിക്ക് വരുന്ന മെജോറിറ്റി നെഗറ്റീവ് കമന്റ്സ് പെണ്ണുങ്ങളുടേതാണ്. ഒരു നിമിഷം ഇരുന്നൊന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇന്ന് എൻ്റെ അടുത്താണെങ്കിൽ നാളെ നിങ്ങളടുത്തായിരിക്കും ഇതിനെപ്പറ്റി പറയുക. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എൻ്റെ പേരിട്ടിട്ട് എൻ്റെ ഫോട്ടോ സ്പ്രെഡ് ചെയ്തപ്പം കേട്ട് സുഖിച്ച് അർമാദിക്കണം. എന്നുള്ള ദേഷ്യം കൊണ്ട് തുണിയില്ലാത്ത എൻ്റെ പിക്ചർ കണ്ടിട്ട് സന്തോഷം തോന്നുകയാണ് ഈ പെണ്ണുങ്ങൾക്ക്. എന്തൊരു ആർഭാടം, എന്തൊരു ആക്രാന്തം, അട്ടഹാസ ചിരിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇവളുടെ മാനസിക നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇവക്കുള്ളതിനേക്കാൾ വേറെ എന്തെങ്കിലും തേങ്ങാത്തൊലി ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ചത കൂടുതലുണ്ടായിരിക്കും. കുറച്ച് തൊലിയോ ചതയോ കളറോ ഒക്കെ വ്യത്യാസങ്ങൾ, അല്ലാതെ എന്തുവാ ഉള്ളത്? നിനക്കൊക്കെ അവിടെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഒരുത്തൻ അവിടെ കയറി തൊടുമ്പോൾ ഉണ്ടാകുന്ന അതേ ഫീലിംഗ് എനിക്കുമുണ്ട്. എൻ്റെതായ ഒരു ഫോട്ടോ ഇതുപോലെ പ്രചരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ഉണ്ടാവുന്ന അതേ ഫീലിംഗ് എനിക്കുണ്ട്. പക്ഷെ നിങ്ങളല്ലേ അവരെക്കാൾ വലിയ ക്രിമിനൽസ്. അത്തരം പ്രചരണം നടത്തുന്നവനിക്ക് കൂടെ പോയി ഇരുന്ന് കൊടുത്ത് ആ പ്രചരണം നടത്തുന്നവനേക്കാൾ വലിയ ക്രിമിനൽസ് നിങ്ങളല്ലേ? സ്ത്രീകൾ തന്നെയാണ് മെയിനായിട്ടുള്ളത്. ഇപ്പൊ ഈ പെണ്ണ് കരയുന്നു, ഇതിന്റെ സഹോദരി. ഒരു തുള്ളി സഹതാപമില്ല. അർഹിക്കുന്ന മറുപടിയാണ് ആ പെൺകുട്ടി കൊടുത്തത്. ഇതാണ് ആത്മഹത്യ. ഇതിനെയാണ് ആത്മഹത്യ എന്ന് പറയണം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറയും. ആത്മഹത്യയെ എതിർക്കുന്നവളാണ് ഞാൻ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ആ പെൺകുട്ടി കറക്റ്റാണ്. ചുറ്റും നിൽക്കുന്നവർ സഹായിച്ചില്ല, ചുറ്റും നിൽക്കുന്നവർ സപ്പോർട്ട് ചെയ്തില്ല. വേണ്ട, ഞാൻ വേണ്ട എന്നുള്ളത് കൊണ്ടല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിനക്കൊക്കെ തോന്നാത്തത്. എനിക്ക് എന്നെ വേണ്ട. തീരുമാനം കറക്റ്റാണ്. അത് ജീവിച്ച് പ്രയോജനമില്ല. പക്ഷെ എൻ്റെ ഒപ്പമായിരുന്നെങ്കിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവും, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, കൂടെ നിർത്തിയിട്ടുണ്ടാവും. വെച്ചവന്റെ സുന ആറ്റം വെച്ച് ചെത്തിയിട്ടും ഉണ്ടാവും.
അതിൽ വരുന്ന കേസ് ഏൽക്കാൻ ഞാൻ തയ്യാറാണ്, ജയിലിൽ പോവാൻ തയ്യാറാണ്. ഇത്തരം തോന്നിവാസങ്ങൾ പെണ്ണുങ്ങളെ ചെയ്യുന്നവന്മാരൊന്നും ഓർത്തോ, വീട്ടിലുള്ള നിന്റെ അമ്മയ്ക്കുള്ള സാധനം തന്നെയാണ്ടാ ഞങ്ങൾക്ക് ഉള്ളത്. പ്രത്യേകിച്ച് ഒരു സാധനം അവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല. അത് കീറിപ്പൊളന്ന് അതിതീവ്രമായ വേദന അനുഭവിച്ചാ നീ ഭൂലോകത്തേക്ക് വന്നത്. ടെസ്റ്റ് ട്യൂബല്ലല്ലോ. ആ സാധനത്തിനകത്തുകൂടെ കീറിപ്പൊളന്ന് അതിതീവ്രമായ വേദന സഹിച്ച നീ പുറത്തേക്ക് വന്നത്. അത് കാണുമ്പോൾ നിനക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിലേ നല്ല അടിയുടെ കുറവല്ല, ആ തോന്നലുണ്ടാക്കുന്ന സാധന മെഷീൻ വേണ്ടാന്ന് വെപ്പിക്കണം. ഇത്തരക്കാരെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കിട്ടിയാൽ, ഒരു പോക്സോ കേസിൽ ഒരുത്തൻ പെട്ടാൽ പൊതുസമൂഹത്തിന് അവനെ ഒറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? എന്താണ് ബുദ്ധിമുട്ട്? എന്നിട്ട് അവനിക്ക് ജോലി കൊടുത്ത് ഹോണർ ചെയ്തിരിക്കുന്നു. അവൻ വേണ്ടാന്നാണ് വെക്കേണ്ടത്. നിയമം അവന് കൊടുത്ത പണിഷ്മെന്റ് ആണ് ഈ ഒരു റിമാൻഡും അവനെ പിടിച്ചതിനകത്തിട്ടതും. പിന്നെ അവനെ കൊണ്ടുവന്ന് പൊതുസമൂഹത്തിൽ വാല്യൂ കൊടുത്തത് ആരാണ്? അവന് ജോലി കൊടുത്തു, കൂടെ പെൺകുട്ടികളെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഈ പറയുന്ന സാധനം നിരന്തരമായി നടക്കുന്നത് മദ്രസകളിലാണ്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരുത്തനെയെങ്കിലും ഈ പറയുന്ന മദ്രസകളിലോ ഈ പറയുന്ന ടീച്ചേഴ്സായിട്ടോ പെൺകുട്ടികളുടെ ഇടയിലേക്കോ കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല എന്ന നിയമം കർശനമായി വരേണ്ട ഒരു ആവശ്യകതയുണ്ട്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് 100% വേണം. ഇതില്ലാതായിട്ടാണ്, ഇങ്ങനെ ഉണ്ടായാൽ പോലും ചെയ്യുന്നതുണ്ട്. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. എടുത്തു ചാടി പറയണതോ ബഹളമോ ഒക്കെ എനിക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എൻ്റെ മാനസിക പ്രയാസം എനിക്ക് നിങ്ങളോട് പറയാനാവത്തില്ല. ദേഷ്യം കൊണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സങ്കടമാണ് തോന്നുന്നത്. അപ്പം ആ പെൺകുട്ടി അവസാന നിമിഷം പറഞ്ഞ വോയിസ് ഞാൻ എൻ്റെ ഫസ്റ്റിൽ പ്ലേ ചെയ്തിട്ടുണ്ട്, കേട്ടു നോക്കൂ. ഞാനത് ചെയ്യട്ടെ, ടോട്ടലി കൺഫ്യൂസ് ആണ് അവൾ. കൂട്ടത്തിൽ ഒരാൾ അത് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ മൈസെൽഫ്, എൻ്റെ മകൻ ഒരാൾ അങ്ങനെ ഒരു വിഷയം ചെയ്തു എന്നാണ്, എൻ്റെ മകനേക്കാൾ പ്രിയതായിട്ട് എനിക്കൊന്നുമില്ല, ഞാനായിരിക്കും അവനെ കൊല്ലുക, ഞാൻ കൊന്നുകളയവനെ വെച്ചേക്കില്ല ഞാൻ. അങ്ങനെ ഒരു പെണ്ണ് കണ്ണീരൊഴുക്കുന്നത് എൻ്റെ മകൻ വഴിയാണെങ്കിൽ അവൻ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട്. അതിൽ കൂടുതലൊരു എക്സ്പ്ലനേഷൻ എനിക്ക് ഇതിനകത്ത് പറയാനില്ല. ഓരോ മാതാപിതാക്കളും, പ്രത്യേകിച്ച് അമ്മമാർക്ക് അത് ഉണ്ടാകണം. ഇത്തരം ചെറ്റത്തരങ്ങൾ കാണിക്കുന്നവരെ സോഫ്റ്റനാക്കുകയും സേവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു മകൻ ഇല്ല എന്ന് ചിന്തിക്കുന്നതാണ് ശരി. ഈ തെണ്ടിത്തരം അത്രയും വിളിച്ചു പറയണം. ഞാൻ ആ വളിരാജിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ വന്ന് ആദ്യം പറഞ്ഞ എന്താണെന്നറിയാം, ആ സ്ത്രീക്കാണ് അടി കൊടുക്കേണ്ടത്. ആദ്യം സ്ത്രീ പറയണേ, നിങ്ങൾ തെറി വിളിച്ചിട്ടില്ല എൻ്റെ മോൻ പറയണേ, ഇവനെ ഞാൻ വിളിച്ചോ, ഇവനെ വല്ലതും പറഞ്ഞു, ഒരു കാര്യം അറിയണ്ട, അമ്മയോട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ശരി, സ്വന്തം മകൻ അങ്ങനെ ഒന്ന് വിളിച്ചാൽ ആ അമ്മയ്ക്ക് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തുകൂടെ, നിങ്ങൾ എന്തിനാ എൻ്റെ മകനെ തെറി വിളിക്കണേ ചോദിച്ചൂടെ? ഞാൻ ചോദിക്കും. ശരി, അത്രയും വിവരമില്ല, ഇത് ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല. നാട്ടുകാർ കൂടി വളഞ്ഞു, അടി കിട്ടൂ എന്നായപ്പോൾ തള്ള പറയണം, എന്നാൽ ശരി ഞാനത് അങ്ങോട്ട് ആലോചിക്കട്ടെ. ഇത്രയുണ്ടോ തള്ളക്ക് ബോധം? രണ്ടാമത് ചെന്നപ്പോൾ മനസ്സിലായി സിസ്റ്റം ഇത് വേറെ ലെവലിലാണ് പോകുന്നത്, അടി കിട്ടും. ഇത്രയും നേരം ഞൊണ്ടിക്കാലിയായിട്ടിരിക്കുന്ന ഇവള് സംസാരിക്കല്ല, അടിയും കൂടെ തരൂന്നായപ്പോൾ എന്തായി? മാറി ചിന്തിച്ചു. ഇത്തരം അമ്മമാരെയാണ് ആദ്യം പിടിച്ചകത്താക്കേണ്ടത്, ഇത്തരം തള്ളമാരെയാണ് ആദ്യം പിടിച്ചകത്താക്കേണ്ടത്. പൊട്ടിയിലല്ല കൊടുക്കേണ്ടത്, അടിച്ച് പൊടിച്ചു കളയണം. ഇങ്ങനെയുള്ള മക്കളെ ഉണ്ടാക്കിയിടുന്നു നമ്മൾ. ഇവളുമാർക്ക് സുഖിക്കാൻ വേണ്ടി മാത്രമാണ്. സെക്സ് എന്ന് പറയുന്നത് സുഖം, അതിൽ കൂടെ കിട്ടിയ ഈ എക്സ്ട്രാ ട്രോഫിയാണ് ഈ മക്കൾ. അല്ലാതെ അമ്മ എന്ന വാക്കിന് യാതൊരു വാല്യൂ ഉള്ള ഒരുത്തിയുമല്ല ഇങ്ങനെയുള്ള മക്കളെ ഉണ്ടാക്കി തള്ളുന്നത്. ഒരുത്തൻ മാസങ്ങളോളായിട്ടിരുന്ന് കുരയ്ക്കുന്നു. സ്ത്രീയെ പറയുന്നേ, അവന്റെ അമ്മയല്ലേ, അവന്റെ അമ്മയ്ക്കുള്ള ഫ്ലവർ തന്നെയല്ലേ എനിക്കുള്ളത്. വ്യത്യാസം എന്തോന്നാണ് വ്യത്യാസം കണ്ടത്? അവൻ ഏത് രീതിയിൽ അവഹേളിക്കുന്നു, എന്തെല്ലാം അവഹേളനമാണ് നടക്കുന്നത്. നമ്മൾ ഓരോരോ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങും. ഇനി നിങ്ങൾ കേട്ടോ, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിയമം വന്നിട്ടില്ല, അവിടുന്ന് FIR ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടില്ല, നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. വയലന്റ് ആവുകയാണ് ഞാൻ, ഫ്രസ്ട്രേറ്റഡ് ആകും. കാരണം ഇത്രയും ദൂരം സഞ്ചരിക്കുന്നു, പെട്രോൾ എക്സ്പെൻസ് തൊട്ട് കൊച്ചിന്റെ ഒരു ദിവസത്തെ ജോലി കളഞ്ഞ് അവനെയും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ പ്രതികരണമില്ല, ഞങ്ങൾക്ക് ചെയ്യാനാവത്തില്ലെന്ന് പോലീസ് നിസ്സഹായമായി പറയുകയാണ്. അതിനെ എതിർത്തൊരു വീഡിയോ ചെയ്തപ്പോൾ കമന്റ് കണ്ടായിരുന്നു, എന്തുവാ, അയ്യോ എന്തൊരു സന്തോഷം, നിനക്കിതിൽ കൂടുതൽ വരണം, നീ ഇതിൽ കൂടുതൽ അനുഭവിക്കണം, നീ ഇതിൽ കൂടുതൽ തീരണം, നാറികളെ എന്ന് നിനക്കൊക്കെ മനസ്സിലാകുന്നോ അന്നേക്ക് ഞാൻ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ മനസ്സിലാകുമ്പോൾ റിഗ്രറ്റ് ചെയ്യും. അത്രേ എനിക്ക് പറയാനുള്ളൂ. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ക്രൈമിന് ഏറ്റവും കൂടുതൽ കൂട്ടുപിടിക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. ഇവളുമാരെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ് ഈ ബാക്കിയുള്ള പെണ്ണുങ്ങൾ ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. മാറി ചിന്തിക്കാൻ ഇനിയും അവസരമുണ്ട്, ഇനിയും ചിന്തിക്കാം. അവസരങ്ങൾ തരുമ്പോൾ അത് ചെയ്യാതെ പകരം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പെൺകുട്ടികൾ നിരന്തരം ഈ പീഡനം അനുഭവിക്കുന്നത്. ഒരു കാര്യം കൂടെ വ്യക്തമായി പറയാം, പൊതുസമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ നമ്മളെ നോക്കി ഒരാൾ ചരക്ക് കൊള്ളാം, നല്ല പൊളപ്പൻ ഫിഗർ, അത്യാവശ്യം പിടിക്കാൻ കൊള്ളാം, എവളെ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് രുചിക്കാം, ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നു. എനിക്ക് സത്യത്തിച്ച് പെട്രോളം കാണാൻ കിട്ടിയാൽ സ്വയം കൊളുത്തി അങ്ങ് ചാകാൻ തോന്നും. ഞാൻ അതിന് മാത്രമുള്ള സാധനമാണ്. ദാറ്റ് ആം എ മെറ്റീരിയൽ ഉണ്ട്, എന്നെ അതിന് മാത്രമേ ഉപയോഗിക്കാൻ കൊള്ളൂ. നിങ്ങൾക്ക് അങ്ങനെയാ കണ്ടത്? വീട്ടിലേക്ക് ഒരാൾ വരികയാണ്,
ഭാര്യയും ഭർത്താവും നിൽക്കുന്നു, എടി പോയി ചായ എറിയുന്നു, ഒറ്റ അടി കൊടുക്കണം എനിക്ക്, പോയിടാ ചായ എന്ന് പറയണം. എന്താ അവളിട്ടാലേ ചായ ആവൂളാ? എന്നാ ബാ നമുക്ക് രണ്ടുപേർ കൂടെ പോയി ഇടാം. അതൊരു മര്യാദയാണ്. ആ മര്യാദ എന്ന് ഈ സമൂഹത്തിന് വരുന്നോ അന്നല്ലാതെ നമുക്ക് ഈക്വലിസം കിട്ടത്തില്ല. ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ചായ ഇടിക്കുന്ന കുറ്റം എന്ന് പറയുന്ന ഒരു തരുത്ത്, എൻ്റെ കുഞ്ഞുങ്ങൾ ചായ ഇടുന്നത് ഒരു കുറ്റം അത്രേ. എങ്ങനെയുണ്ട്? കൊച്ചു ചായ ഇടുന്ന കുറ്റവാ. ഇവിടെ ആൺപെൺ വ്യത്യാസമില്ലെന്ന് ഇവിടെ വന്ന ഒരു മോള് പറഞ്ഞില്ലേ? അത് എന്ന് നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് വരുന്നോ അന്ന് നീ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാകും. കരോട്ടയൊന്നും പഠിക്കണ്ട, കരോട്ടയും പഠിക്കണ്ട, ഒരു ഗുസ്തിയും പഠിക്കണ്ട, ഒരു കളരിയും പഠിക്കണ്ട. നിങ്ങളുടെ വീടുകളിൽ എന്ന് ഈ ചിന്താധാര മാറുന്നോ അന്ന് പെൺകുട്ടികൾ സേഫ് ആവും. ഒരു നിയമവും നമ്മളെ രക്ഷിക്കത്തില്ല, ഒരു നിയമവും നമുക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല. പോലീസ് സ്റ്റേഷനിൽ പോയാൽ പട്ടി വിലയായിരിക്കും. ഇത്തരം കാര്യങ്ങൾ പോയാൽ എങ്ങനെ ചെയ്തു, എവിടെ തൊട്ടു, എത്ര പ്രാവശ്യം തൊട്ടു, ഉമ്മ വെച്ചപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീലിംഗ് ഉണ്ടായി, നിനക്ക് നൊന്തോ അതോ സുഖിച്ചോ? ഇതാണ് പോക്സോ ക്രിമിനൽ ആയാലും മറ്റതായാലും പോകുന്ന വാദിക്കുള്ള അനുഭവം. ചോദിക്കും, എവിടെ തൊട്ടു, എങ്ങനെ തൊട്ടു, എപ്പോഴും തൊട്ടു, ഏത് രീതിയിൽ സുഖിച്ചു, അതോ ഇറിറ്റേറ്റഡ് ആയോ, സഹിക്കാൻ പറ്റുമോ? ഒരു വട്ടം റേപ്പ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി പല പ്രാവശ്യം റേപ്പ് ചെയ്യപ്പെടും, പല പ്രാവശ്യം റേപ്പ് ചെയ്യപ്പെടും. ഈ വിചാരണ സമയത്ത് ഏത് പെണ്ണ് തയ്യാറാവും? ഞാനിപ്പോഴും പറയണമെന്ന്, നല്ല ബ്ലേഡ് കൈ കരുതിയേക്കാം, മുറിച്ച് ഇങ്ങനെ എടുത്തേക്കുക, വരുന്ന കേസ് ഏൽക്കുക. നോർത്ത് സൈഡിൽ ഒരു MP ഒരു താഴ്ന്ന ജാതിയിലുള്ള പെണ്ണിനെ കൊണ്ടുപോയി, അവനെ അയിത്ത അപ്പഴില്ല, ഇത് ചെയ്യുമ്പോൾ അയിത്തയില്ല, പണ്ടും അങ്ങനെ അയിത്തം അപ്പം വരൂല, കൊണ്ടുപോയി ചെയ്തു. അതായത് ഓറൽ സെക്സ് ചെയ്യാൻ നിർബന്ധിച്ചു, അവള് ചെയ്യാൻ പോയി. ചെയ്തോണ്ടിരുന്നപ്പോ സാധനം കടിച്ചിങ്ങെടുത്തു. പോലീസുകാരിയായിരുന്ന നോർത്തിലവള്, പോലീസുകാരിയാ, രാജ്യം ഓണർ ചെയ്ത് നോക്ക്, പോലീസുകാരിയായിട്ട് കൊടുത്തു. അവളാണ് പോലീസുകാരി, അവളെയാണ് പോലീസുകാരിയാക്കേണ്ടത്. അതാണ് കണക്ക്. നിങ്ങൾക്ക് ചാൻസ് കിട്ടുമ്പോൾ ചെയ്തു കൊടുക്കുക. ഈ സാധനം കൊണ്ട് ഇനി ഇവൻ ചിന്തിക്കാൻ പോലും പാടില്ല. ഇവിടെ ഒരുത്തനെ കൊണ്ടൊന്നും അങ്ങനെ ഇട്ടില്ലേ, ഇവിടെ തിരുവനന്തപുരത്ത് ഒരുത്തനെ അങ്ങനെ കൊണ്ടിട്ടില്ലേ? ഈ സുനാ വെച്ചല്ലേ ഈ ചിന്തിക്കുന്നത്. സുനാ വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്ത് പ്രശ്നം തീരും. അതിനുള്ള തൻ്റെ ഇടം പിള്ളേർക്കുണ്ടാകണം. നമ്മുടെ ശരീരഭാഗങ്ങളിൽ അവന്മാർ തൊട്ട് അവന്മാർ ആസ്വദിക്കുന്ന ഒരു വിഷയം വന്നാൽ നമുക്കൊന്നും തോന്നേണ്ട. ഒരു അല്പം അഴുക്ക് പറ്റി കഴുകിയാൽ തീരും. പക്ഷെ തൊട്ട അവൻ ഇനി ഒരാളോ അങ്ങനെ തൊടാതിരിക്കാൻ നമ്മൾ പ്രതികരിക്കണം. സമയനഷ്ടം വരും, ആളുകൾ നോക്കുമായിരിക്കും, പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും, പക്ഷെ പ്രതികരിക്കണം. ഓരോ പ്രതികരണവും ഓരോ സപ്പോർട്ടാണ് നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നത്. നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് അതാണ്. നമ്മൾ ഇച്ചിരി നാറും, പ്രശ്നമില്ലെന്ന് വെക്കുക. അങ്ങനെ ഓരോരുത്തർ തിരിഞ്ഞു നോക്കിക്കാണ് ഒരു പെണ്ണ് നിൽക്കുന്നിടത്ത് സൈഡിലേക്ക് ആളുകൾ നോക്കത്തില്ല. എന്തുകൊണ്ട് നോക്കൂല? അവള് പ്രതികരിച്ചാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. ആ ഭയം ഉണ്ടാവണം. ചില ഭയങ്ങൾ അനിവാര്യമാണ്. നമ്മളെ ഭയമില്ലവർക്ക്, നമ്മളെ പുച്ഛ വിലയാണ്. അടുക്കളയിലേക്കുള്ള ഒരു ഉപകരണം, ബെഡ്റൂമിലേക്കുള്ള ഒരു ഉപകരണം, അത്യാവശ്യം മുഴക്കങ്ങൾ, നമ്മൾ കമ്മലിടുന്നു, മാലയിടുന്നു, ഡ്രസ്സ് ഇടുന്നു. എന്തിനാണ്? നമുക്കും ഒരു ആഗ്രഹമാണ് നമ്മളിങ്ങനെ ഇരിക്കണം, സ്ട്രക്ചർ ഉള്ളതായിട്ട് കാണിക്കണം. എന്തിനാ? അട്രാക്ഷൻ. എപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മുക്തമാവണമെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ഇതിനൊക്കെ ഒരു മോചനം വരിക. അല്ലാത്തടത്ത് ഇതുപോലെ അലയ്ക്കാം എന്നതേ ഉള്ളൂ. ഈ പെൺകുട്ടിയുടെ വിഷയം കേട്ടപ്പോൾ തൊട്ട് ഇതെങ്ങനെ പറയൂ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഭയങ്കര പെയിൻ എന്നുള്ളത് കൊണ്ട് മാത്രം ഇത്രയും പറഞ്ഞു വിടുന്നു. ഇനി ഇതിൻ്റെ താഴെയും വരും എന്തിരച്ച് കുലസ്ത്രീകൾ. നീയൊക്കെ എന്നേക്കും കുലസ്ത്രീകൾ, നിന്റെ അടുത്ത 10 തലമുറയും കുലസ്ത്രീകൾ. നന്നാവേ ഇല്ല. നന്നാവാനൊന്നും ലക്ഷ്യമില്ലെന്ന് മാത്രമല്ല, അടുത്ത ഒരു തലമുറയ്ക്ക് കൂടെ ശാപമാണ് നീയൊക്കെ. എന്ത് പറയുന്നു, അതിൽ നിന്ന് എന്ത് പോയിന്റാണ് കിട്ടുന്നതെന്നുള്ള ചിന്താധാരയില്ല. പകരം ഇപ്പൊ തീർക്കണം, നമുക്ക് ഇപ്പൊ അങ്ങോട്ട് ശരിയാക്കി കളയണം, ഇവളെ അങ്ങ് ഒതുക്കണം. ഇവളിനി യൂട്യൂബിലേ പാടില്ല, ജീവിതത്തിൽ പാടില്ല എന്ന് പറഞ്ഞു വന്ന് കൊന്നേരെ. വിഷം കൊടുത്തത് ഞാൻ കുടിച്ചു തരാം, തീർത്തു തരാം ഞാൻ. അതോടെ നിങ്ങളുടെ കഴപ്പ് തീരുമെങ്കിൽ തീർത്തു തരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഞാൻ. കൊന്നേരെ അങ്ങ്, പ്രശ്നം കഴിയുമല്ലോ. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? അതാണോ സൊല്യൂഷൻ? പെണ്ണിന് സ്വയം പര്യാപ്തത വേണം, പഠനം വേണം, വിദ്യാഭ്യാസം വേണം, തൻ്റെ ഇടം വേണം, താൻ പോരിമ വേണം, താൻ എന്താണെന്ന് താൻ ആദ്യം മനസ്സിലാക്കണം എന്ന് പറയുന്ന ആള് ഇവള് ഭയങ്കര കുഴപ്പമാ, ഗുണ്ടിയ, എന്നാ എവളെ അങ്ങ് തീർത്തേക്കാം, അങ്ങ് കളഞ്ഞേരെ, നീ അവള് വേണ്ട. അതാണ് ബുദ്ധി, അതാണ് കുലസ്ത്രീകളുടെ ബുദ്ധി. എനിക്ക് എൻ്റെ ചേട്ടൻ പറയുന്നത് കേട്ട് സ്വസ്ഥമായി ജീവിക്കാനാണ്. കുടിച്ചി മടിച്ചി, എടി നിനക്ക് മടിച്ചിയാണ്, കഴപ്പാണ്, ജോലി ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ചേട്ടൻ പറയുന്നത് കേട്ട് ഞാൻ അങ്ങനെ നിൽക്കാം. സേഫ് സർക്കിൾ. നീ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരാളാണ്, ഭർത്താവ് ഉപേക്ഷിച്ചു പോയാളാണ്, അവളെ കൂടെ ആര് ജീവിക്കും? അവള് നടന്ന അവള് മര്യാദ ഇല്ലാത്തവളാണ്, അവള് ജീവിക്കൂല. എടി നിന്റെ കയ്യിരിപ്പോണ്ട് എന്നെ മാപ്പിള ചത്തുപോയത്. ഈ പറയണ നിനക്കൊക്കെ എത്ര യോഗ്യതയുണ്ട്? ഭർത്താവില്ലാതെ സിംഗിൾ പേരന്റായി കുട്ടികളെ നോക്കുന്ന പെണ്ണാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പോരാളി. അമ്മയൊന്നും അല്ലത്, ഏറ്റവും വലിയ പോരാളി. ആൺ സുരക്ഷിതയില്ലാതെ, അവന്റെ സംരക്ഷണമില്ലാതെ കുട്ടികളെ വളർത്തി ഒരു പരുവത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നെങ്കിൽ അവളോളം ധൈര്യശാലി, അവളോളം തൻ്റെ ഇടമുള്ള വേറൊരാളില്ല. അവളെയാണ്. മാപ്പിള ഇല്ലാത്തവളെ. നിന്റെ മാപ്പിള എവിടെയടി? നിന്റെ ഭർത്താവ് എന്നെ ഡിവോഴ്സ് ചെയ്തോടി, നിന്റെ ഭർത്താവ് ചത്തോടി.
ഓ, എന്തൊരു അഭിമാന ബോധമാണ് കുലസ്ത്രീ പരമ്പരയ്ക്കെന്നറിയാമോ ചോദിക്കുമ്പോൾ. അതാ ഞാൻ പറഞ്ഞേ, നീയൊക്കെയാണ് ഈ പറയുന്ന പെണ്ണുങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ശത്രു. ഒരു ഇട്ടാവട്ടം ഉണ്ടാക്കിയെടുക്കും. എത്ര ആണുങ്ങളുണ്ടെന്നറിയാമോ? തൻ്റെ ഭാര്യ പുരോഗമനമായി ചിന്തിക്കുകയും ഫോർവേഡായി വരികയും തനിക്കൊരു സപ്പോർട്ടായി എക്കണോമിക്കലി തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെണ്ണുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പുരുഷന്മാരുണ്ടെന്നറിയാമോ? അവരെ ആ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നതിന് ഏറ്റവും നല്ല പങ്ക് വഹിച്ചിട്ട് അവർ അമ്മയായിരിക്കും. തൻ്റെ അമ്മ അനുഭവിച്ച കഷ്ടം, തൻ്റെ അമ്മ അനുഭവിച്ച അനീതി, അടിമത്തം എൻ്റെ ഭാര്യ അനുഭവിക്കരുത്, എൻ്റെ മകൾ അനുഭവിക്കരുത് എന്ന് ചിന്തിക്കുന്ന എത്ര പുരുഷന്മാരുണ്ടെന്നറിയാമോ? നമ്മൾ അവരെ എൻകറേജ് ചെയ്യില്ല. അയ്യേ പെങ്കോന്തൻ, പെങ്കൂസൻ, ഛേ ഇവന് പെണ്ണാണ്, ഇവനാണെങ്കിൽ അവളുടെ കീറലിന് വേണ്ടിയിട്ട് നിൽക്കാൻ. അവൻ അതല്ലാതെ വേറൊരു ചിന്തയില്ല. ഇങ്ങനെ ഒരു പെങ്കോന്തൻ, മണഗുണാഞ്ചൻ, മന്ദബുദ്ധി അവന് കൊടുക്കുന്ന പേരാണ്. ആ മനുഷ്യനെ പറയുന്ന പേരാണ്. അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. ഒട്ടി നിന്ന് കാര്യം സാധിക്കുന്ന പെണ്ണുങ്ങളും ഇവളുമാരെ അടിമയാക്കി വെച്ച് കാര്യം സാധിക്കുന്ന ആണുങ്ങളും മാറി ചിന്തിക്കുന്നിടത്തേ ഇവിടെ കാര്യങ്ങൾ പുരോഗതി വരുള്ളൂ. നീ പെൺകുട്ടി മരണപ്പെട്ടില്ലേ, നമുക്ക് തന്നൊരു അടിയാണ്. ആ പെൺകൊച്ച് നിങ്ങളെ ഓരോരുത്തരും ഷിഗിമിയ സ്ലാപ്പ് ആൾസോ എനിക്ക് തന്നിട്ടുണ്ട്. അതൊരു അടിയാണ്. തൊഴിച്ചതാണ് അവൾ നമ്മളെ, കാർക്കിച്ച് തുപ്പയാണ് ചെയ്തത്. ഈ സമൂഹ വ്യവസ്ഥയെ, ഈ നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരെ അവൾ തുപ്പിയാ തന്നത്. അനുഭവിച്ചോ, വാങ്ങിക്കോ. ഞാനില്ല അതിനകത്ത്. എനിക്ക് എൻ്റെ 7 ആ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അത് മരിക്കില്ലായിരുന്നു. ചെയ്തവന്മാരെ ഒന്നൊന്നായി ഞാൻ കൊന്നിട്ടും ഉണ്ടാവും. ഞാൻ വെർബൽ റേപ്പെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഞാനില്ല അതിനകത്ത്, എന്നെ അതിനകത്ത് പെടുത്തണ്ട. പക്ഷെ നിങ്ങളെ ഓരോരുത്തരും അവൾ കാർക്കിച്ച് തുപ്പി അടി തന്നിട്ട് അവൾ മരിച്ചത് കണക്കായിപ്പോയി. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യണം? കുട്ടി എന്താ ചെയ്യണം? നിസ്സഹായാണ്. വീട്ടിൽ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, ഒരാളും മൈൻഡ് ചെയ്തിട്ടില്ല. നമ്മൾ എന്തോ ചെയ്യണം? ആൻഡ് ഐ ആം ആൾസോ ഗോയിങ് ടു ഡു ദാറ്റ്. മടുത്തിട്ടാണെന്ന്. ഈ സൊസൈറ്റിയിൽ നമ്മൾ എത്ര പറഞ്ഞാലും നല്ലത് പറഞ്ഞാൽ നല്ലത് എടുക്കത്തില്ല. പകരം നമ്മളുടെ മറ്റൊരു വേർഷനാണ് എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പറ്റം ജനം നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന നന്മയുടെ ഒരു ഭാഗം പുറത്തേക്ക് വരാൻ പാടില്ല. വന്നാൽ പ്രശ്നം. അപ്പം അവിടെ അങ്ങ് തെറിക്കാരിയാക്കി ലേബലൈസ് ചെയ്യുക. ചാപ്പ. ഈ പറയുന്നവനൊന്നും പറയത്തില്ല. ഈ ഉണ്ടാക്കുന്നവന്മാരൊക്കെ ഒന്നും അണ്ണാക്കിൽ പിരിവെട്ടും. ഒന്ന് തിരിച്ച് തെറി വിളിച്ചു നോക്കിയാണ്, ഒന്ന് പറഞ്ഞു നോക്കിയാണ്. മിണ്ടുമില്ലെന്ന് കാണാനല്ല. തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്ക് പബ്ലിക്കിലൊരു ഫേസും പ്രൈവറ്റിലൊരു ഫേസും ഒന്നുമില്ല. ഐ ആം ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഇത് തന്നെയാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇത് ഞാൻ മാറ്റാനൊന്നും ഉദ്ദേശിക്കുന്നുമില്ല. സോ ഓൾ ഇൻ ജനറൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഒരാളത് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് ദം. ഒരാളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, കൂടെ പോയി നിന്ന് കൊടുക്കുക. അന്യായമായി അനാവശ്യമായി ഇത്തരം നിയമവ്യവസ്ഥിതികളെ എടുത്തു വെച്ച് അമ്മാനമാടുന്നോള പൊതുജനം നടു റോട്ടിലിട്ട് തല്ലുക. അനാവശ്യമായ ഇത്തരം പോക്കൃത്തരങ്ങൾ കാണിക്കുന്നവർ നടു റോട്ടിലിട്ട് പൊട്ടിക്കുക എന്നുള്ളതാണ്. മക്കളെ കൊണ്ട് പേക്കൂത്ത് കാണിക്കുന്ന, പേപ്പട്ടി കൂത്ത് കാണിക്കുന്ന പൊതുസമൂഹം റോഡിലിട്ട് തല്ലുക. ഉണ്ടാക്കി കൊടുക്കാൻ ഒക്കൂല എങ്കിൽ എന്തെന്ന് പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കാൻ, ചാപ്പാട് കൊടുക്കാൻ ഒക്കൂലെങ്കിൽ ഉണ്ടാക്കാൻ പോകരുത്. ഇനി വയ്യ വെനക്കെട്ട് അനാഥാശ്രമത്തിൽ കൊണ്ടിടുക. അല്ലാതെ അതിനെ വെച്ചല്ല ജീവിക്കേണ്ടത്. അതിൽ പരം ഒരു വൃത്തികേട് വേറെയില്ല. വന്നല്ല നടുവിരൽ നമസ്കാരം. പലതന്തയ്ക്കുണ്ടായ പലഭൂജ ജാത തക്കാളി എൻ്റെ അമ്മ പ്രകീർത്തിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ഇത്രയും പ്രകീർത്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി വേറെയില്ല. നിന്നെ അമ്മയെ കൊണ്ടുവന്ന് നിർത്തി ഒരുതരം എന്താ പറയണ ശിവനെയോ അല്ലെങ്കിൽ ദൈവത്തിനെയൊക്കെ എടുത്തു മാറ്റിയിട്ട് എൻ്റെ അമ്മയൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് പൂജിക്കേണ്ടതാണ്. കാരണം പഞ്ചായത്തിൽ അത്രയും മനുഷ്യരെ കയറ്റി ഇറങ്ങി ഉണ്ടാക്കിയതല്ലേ. സന്തോഷം. ഭയങ്കര സെക്സിയാ തന്നെ. വേണോ ഇങ്ങോട്ട് വന്നാൽ ഒന്ന് പിടിക്കാനും തരാം. വന്നാൽ മതി. അഡ്രസ്സ് വേണോ എനക്ക്? നീ ഇനി പോരെ. എൻ്റെ ബൂപ്സ് ഭയങ്കര ഭംഗിയുള്ളതാ. ഇനി പോരേടാ. ഇരിക്കുന്ന പ്രാന്തിന് ഞാൻ വല്ലതും വിളിച്ചു പറയും. ഒഴിച്ച് പോവാന്നറി വന്നക്കണമേ. നിർത്തി, ഞാൻ പോണു. നിങ്ങൾ ഇവിടെ ഇരുന്ന വല്ലതും പറഞ്ഞു പോവും. വൈകുന്നേരം കാണാം. ബൈ. ജൂലി പന്ന കമൻസ് വായിക്കുന്നില്ല, ഞാൻ വിട്ടു. ഷെഫീന എന്തുവാ ഇത്? സൂര്യ നല്ല പെൺകുട്ടിയെ കുട്ടിവേശ്യ എന്ന് പറഞ്ഞ് ന്യായാധിപൻ എന്നുവരെ പറയാൻ മടിയില്ലാത്ത സമൂഹത്തെയാണ് കണ്ടത്. സത്യം. ആ പെൺകൊച്ച് അനുഭവിച്ചതൊന്നും ഒന്നുമല്ല. ഐ ഹാവ് സം എക്സ്പീരിയൻസ് ലൈക്ക് യുവർ സിസ്റ്റർ. മൈ ചേച്ചി സ്ലാപ്പ് സംബഡി ഫോർ ഇത്രയൊക്കെ പറഞ്ഞല്ലേ, ഒരു ചായ ഇട്ട് തരുമോ? ചായ ഇട്ട് തരുമോ? ലൈവ് കാണുന്നവർ ലൈക്കും ചെയ്യുക.
I have some experience like your sister. My chachi slapped somebody for me. But during her marriage, one of my family friends told them that she is very tandedi and think and proceed. പെണ്ണിന്റെ ശത്രു പെണ്ണ് തന്നെയാണ് ചേച്ചി. എക്സാക്ട്ലി, യു സെഡ് ഇറ്റ് നെഹ. ഹായ് വസന്തകുമാരി, ഹായ് ശിവ, ഹായ് നേഹ, ഹായ് ശിവ, ശൈലജ. പഞ്ചാഗ്നിയിലെ ഗീത തക്കുമുക്ക് മിനി MS. ഹായ് ഗീത. ഹായ് മാഡം. ഹായ് ഷജി. അവിടെ പഠിച്ച മിക്ക കുട്ടികളെയും ആ ദുഷ്ടൻ ഈ രീതിയിൽ പീഡിപ്പിച്ചു എന്നാണല്ലോ കഷ്ടം. സൈക്കോ ആയിരുന്നു അവൻ. സൈക്കോ ആയിരുന്നു എന്ന് മാത്രമല്ല, തെളിവാണല്ലോ. അവൻ പോക്സോ പ്രതി ആയിരുന്നു എന്നല്ലേ പറയണത്. റിമാൻഡിലായിട്ട് അവിടെ വന്ന് ജോലി ചെയ്തിരുന്നു. ഹൊറിബിൾ. ആ പെങ്കൊച്ചിന് മരണം ഉണ്ടായിരുന്നു. ഹായ് ഷെഫീന. പെട്ടെന്നാണ് ലൈവ് കണ്ടത്. ഞാനത് കണ്ടപ്പോഴത്തേക്ക് ഒരു വീഡിയോ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സംഘടന രജിസ്റ്റർ ആവുകയാണ്. അക്സ്മ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് കൂട്ടായ്മ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാം. ഞങ്ങളുടെ കൂട്ടായ്മ ഉടനെ തന്നെ അത് രജിസ്റ്റർ ആകും കമ്മിങ് ഡേയ്സിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ ഒരു ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. ആൻഡ് ഈവനിങ് ഒരു ലൈവ് എബൌട്ട് നമ്മുടെ മാജിക് പ്ലാനറ്റിനെ പറ്റി ഉണ്ടാവും. ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ മറ്റൊരു വിരുദ്ധാഭിപ്രായമുണ്ട്. ഒരു പെൺകുട്ടി ആശ, പുള്ളിക്കാരത്തേക്ക് എന്തോ വിരുദ്ധമായിട്ടൊരു അഭിപ്രായമുണ്ട്. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് പറയണമെന്ന് തോന്നി. എന്നെ ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല, സ്പെഷ്യലി ഒരമ്മമാരും കോൺടാക്ട് ചെയ്തിട്ടില്ല. എന്നെ കോൺടാക്ട് ചെയ്ത ഒരാൾ പറഞ്ഞത് എനിക്കതിൽ നിന്ന് മനസ്സിലായത് പ്രൊഫഷണൽ ജലസി എന്നുള്ളതാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ വൈകിട്ട് ലൈവിൽ പറയുന്നതായിരിക്കും. കുറച്ച് തിരക്കുകളാണ്, വീക്കെൻഡ്സ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ തിരക്കുകളാണ്. ബട്ട് ഐ വിൽ try hard to come back with a live in the evening time. Okay. ഹായ് ഷെഫീന. പെട്ടെന്ന്. ഓക്കെ. സിംഗപ്പൂർ. അതെന്തോടെ അമ്പിളി? സിംഗപ്പൂരാണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്ന് ജോയിൻ ചെയ്യാം. ഞങ്ങളുടെ സംഘടന എന്ന് പറയുമ്പോൾ അധോലോകമാണ്. പെൺകുട്ടികളുടെ ഒരു സംഘടന തന്നെ ഉണ്ട്. അത് പെൺകുട്ടികൾക്കൊരു സെക്ഷൻ വേറെ ഉണ്ട്, ആണുങ്ങളുമുണ്ട്. അതൊരു പൊതു ഗ്രൂപ്പാണ്. എല്ലാവർക്കും വന്ന് ജോയിൻ ചെയ്യാവുന്നവർക്ക് ജോയിൻ ചെയ്യാം. സോ പരസ്പരം സപ്പോർട്ടീവായിരിക്കണം. പിന്നെ അതിനകത്തൊരു നിബന്ധനയേ ഉള്ളൂ, ജോയിൻ ചെയ്യുന്നവരെല്ലാം തന്നെ 1999 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടണം. ബിക്കോസ് ഐ ആം ദ ട്രഷറർ. ഓക്കെ. സ്വന്തം മാതാപിതാക്കളെ അനുകരിക്കുന്ന മക്കളോട് ക്ഷമിക്കുക. ജയ് ജാൻസീറാണ്. അവർ മരിച്ചുപോയില്ലേ? ഹായ് സന ജേക്കബ്. ഹായ്. അപ്പോൾ വൈകിട്ട് കാണാം കേട്ടോ, വീണ്ടും ഒരു വിഷയവുമായിട്ട്. അപ്പം ശരി. ചായ ഓക്കെ. ഇത് ഓഫ് ആവുന്നില്ല.